ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? 6 മിനിറ്റ് ഉണ്ട് വീഡിയോ, എല്ലാവരും ഫുള്ള് കാണണേ. ഗുഡ് ഈവനിങ്. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സിനിമയാണ്, അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ടാണ് DC കാണാൻ പോയത്. അങ്ങനെ പറഞ്ഞവരൊക്കെ ഒന്ന് നേരിട്ട് കാണണം. ഒന്നുമില്ല, ഒരു നന്ദി പറയാനാണ്. അയ്യോ, ഒരു സിനിമ കണ്ടിട്ട് ഇറങ്ങി വരുമ്പോൾ, അതായത് കാണാൻ പോകുമ്പോൾ എക്സൈറ്റ്മെൻ്റ് ഉള്ള സ്വാഭാവികമായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞിട്ട് അതേ എക്സൈറ്റ്മെൻറ്റ്, അതേ ആകാംക്ഷ നമുക്കുള്ളത് ആ ചില സിനിമകൾക്ക് മാത്രമേ തരാൻ സാധിച്ചിട്ടുള്ളൂ. DC എനിക്ക് അത്തരം ഒരു ഫീലിംഗ് എന്നൊരു സിനിമയായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ളൊരു സിനിമയാണിത്. അപ്പോൾ ലൈക്ക് സ്ലോ പേസ് ഉണ്ട്, സ്ലോ മൂവ്മെൻറ്റ്സ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ടെങ്കിലും ഗംഭീര സിനിമ തന്നെ പറയേണ്ടി വരും. ഗംഭീരം പറഞ്ഞാൽ ഈ സിനിമയെ കുറിച്ചുള്ള എല്ലാം അടിപൊളിയാണ്. ആദ്യം തന്നെ അനിരുദ്ധ് രവിചന്ദ്രൻ. ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ അനിരുദ്ധ് മ്യൂസിക് ചെയ്ത ഏതൊക്കെ സിനിമേനെ റിവ്യൂ ചെയ്തിട്ടുണ്ടോ ആ സിനിമേനെ മോശം പറഞ്ഞാലും അദ്ദേഹത്തെ കുറച്ച് മോശം പറയില്ല. എന്തൊരു മനുഷ്യനാണ് ഇങ്ങനെ. നമ്മൾ പല സിനിമയിലും നായകൻ വരുമ്പോൾ കയ്യടി കേൾക്കുന്ന കൂക്കി വിളിക്കുന്ന കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു BGM അയ്യോ, ഒരു BGM വരുമ്പോഴത്തേക്ക് കൂക്കലും വിളിയാകുമ്പോൾ അത് ചില മ്യൂസിക് ഡയറക്ടേഴ്സിനെ കൊണ്ട് പറ്റുള്ളൂ. അനിരുദ്ധ് കത്തിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു സിനിമ മൊത്തം. ലോകേഷ് കനകരാജ്, അദ്ദേഹത്തിനെ കുറച്ച് ഇൻസ്റ്റയിൽ എന്താ റീല് അങ്ങനെ എന്തെങ്കിലും വന്നാൽ കമലിലൊക്കെ ജിഫായിട്ട് വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. കൂളി, അതായത് ലിയോ, വിക്രം, കൈതി, അതിൻ്റെയൊക്കെ ഡയറക്ടറാണ് അദ്ദേഹം, LCO. അപ്പം കൂളി രജനീകാന്തിൻ്റെ സിനിമ ഭയങ്കര ഹൈപ്പിൽ വന്നിട്ട് പ്രതീക്ഷകൾക്ക് ഒത്തു വരാത്തൊരു സിനിമയായിരുന്നു. അതിനുശേഷം ആൾക്ക് കിട്ടിയത് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിരുന്നു. ഈ സിനിമയിൽ ആൾ തിരുത്തി പറഞ്ഞു. അഭിനയം, അതായത് ആദ്യമായിട്ട് അഭിനയിക്കാൻ നമുക്ക് തോന്നാത്ത രീതിയിലായിരുന്നു. ഫൈറ്റ് മാനേഴ്സും ഡയലോഗ് ഡെലിവറിയൊക്കെ അടിപൊളിയായിരുന്നു. ആ ക്യാരക്ടറായിട്ട് ജീവിക്കുമായിരുന്നു തന്നെ പറയാം. ഗംഭീരമായിട്ടായിരുന്നു ആ ക്യാരക്ടറിനെ സ്ക്രീനിൽ കൊണ്ടുവന്നത്. അങ്ങനെ വാമിക ഗബ്ബി, നമ്മളെ ഗോദയിലെ അതിഥി, നല്ല പ്രകടനമായിരുന്നു. എക്സ്പ്രഷൻസ് ആയ ഒരു സീനുണ്ട്, അതായത് അത്രയും കാലത്തെ ക്രൂരമായ തൻ്റെ ക്രൂരമായ ജീവിതത്തിന് കാരണമായ ആൾക്കാരെയൊക്കെ ഒരു യുണീക്കായിട്ട് രീതിയിൽ റിവെഞ്ച് എടുക്കുന്ന ഒരു സീനുണ്ട്. പലരും ഇങ്ങനെ, അതായത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ കാണിക്കാൻ മടുക്കുന്ന സമയത്താണ് വാമിക ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കറേജ് ആയിട്ട് എടുത്തതും. ഗംഭീരമായിട്ട് ആ ക്യാരക്ടറിനെ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ആ റിവെഞ്ചിൻ്റെ ടൈമിലെ എക്സ്പ്രഷൻസും ആ ആറ്റിറ്റ്യൂഡൊക്കെ അടിപൊളിയായിരുന്നു. യുണീക്കായിട്ടുള്ള സീനാണ്. നമ്മൾ സ്ഥിരം റിവെഞ്ച് പറയുമ്പോൾ അങ്ങനത്തെ ഒരു സീനല്ല. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ അരുൺ മതീശ്വരൻ. ഈ സിനിമ, അതായത് അതായത് ഇപ്പോൾ ദാസ് ആൻഡ് പാർവതി, അതായത് ലോകേഷ് കനകരാജിൻ്റെ ക്യാരക്ടറിൻ്റെ പേരാണ് ദാസ്. പാർവതി വിജയ് സഞ്ജന എന്ന ആക്ടർ ചെയ്താണ്, നല്ല രീതിക്കാണ് ചെയ്തത്. അപ്പം ഇവർ രണ്ടൊരു ലവ് ട്രാക്ക്, അതായത് പറയാതെ പറയുന്ന സ്നേഹം, അത് വരുന്നുണ്ട്. ഒരു 10 മിനിറ്റേ ഉള്ളൂ. അതിനുശേഷം ആ ക്യാരക്ടർ, പാർവതി പറയുന്ന ക്യാരക്ടർ ഈ സിനിമയിൽ എവിടെയും വരുന്നില്ല, ഡയലോഗും കുറവാണ്. പക്ഷേ സിനിമ മുഴുനീളം ആ ക്യാരക്ടറിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു പോലീസുകാരൻ, വില്ലൻ്റെ സൈഡിലുള്ള പോലീസുകാരനാണ്, പക്ഷെ ആളുമായിട്ട് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ വരും, ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടും. അങ്ങനത്തെ മൊമെൻറ്റ്സ് ഒക്കെ ഈ സിനിമയിൽ അരുൺ മാധീഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം ഈ സിനിമയ്ക്കുണ്ടോ? അങ്ങനെ ഒരു പോലീസ് ക്യാരക്ടറിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ അങ്ങനത്തെ കുറേ എലമെൻറ്റ്സ് ആഡ് ചെയ്ത് നമുക്ക് ഈ സിനിമേനോട്, അതായത് ഈ സിനിമയ്ക്ക് ഒരു ആത്മാവിനെ കൊടുക്കുകയാണ്. ഈ സിനിമയ്ക്കൊരു, അതായത് ഇത് വെറും ഒരു സിനിമ എന്ന നിലയല്ലാതെ പ്രേക്ഷകനെ കണക്ട് ചെയ്ത് പ്രേക്ഷകനെ എന്താ പറയുക, ഒരു വ്യത്യസ്ത അനുഭവം തരാൻ അരുൺ മാധീശ്വരന് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കുറേ അടിപൊളി എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത്, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അനിരുദ്ധ് ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് കീഴിലും BGM അങ്ങോട്ടും പതരീസ കരീസ ഇൻ്റർവെല്ലിന് കയ്യടി കേൾക്കുന്നത് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാതെ. പിന്നെ ഈ സിനിമയ്ക്ക് ഒരു നല്ല മെസ്സേജ് കൊണ്ടുവരാനും അരുൺ മാധീശ്വരന് സാധിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് ഇത് കാണുന്നില്ലേ, അതായത് ലൈഫിൽ ഇതേമാതിരി പീസ്ഫുൾ ആയിട്ടുള്ള വൈറ്റ് സ്പോട്ട്സ് ഉണ്ടാവാം, അതിൽ സങ്കടമൊക്കെ ഉള്ള കുറേ ചളി പിടിച്ച ഗ്രേ സ്പോട്ട്സ് ഉണ്ടാവാം, അതിൽ നമ്മളെ മുന്നിൽ വരുന്ന കുറേ ഈ പെൻസിൽ വരെയുള്ള കുറേ ഹേർഡിൽസ്, അതായത് കടമ്പകളുണ്ടാവാം. ഇതൊക്കെ താണ്ടിയാലാണ് ഈ പ്യുവർ വൈറ്റ് സമാധാനത്തിലോട്ട് എത്താൻ പറ്റൂ.
സോ അങ്ങനെ സമാധാനത്തിന് വേണ്ടി പോരാടുന്ന, അതായത് നീതി തരേണ്ട പോലീസുകാരൻ്റെ നീതി കിട്ടാതെ അതിനെതിരെ പോരാടുന്ന ഒരു സംഘം, അതിനെതിരെ പോരാടുന്ന കുറച്ച് ആൾക്കാർ, അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് ഈ സിനിമേൻ്റെത്. അത് എത്രത്തോളം നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ല രീതിയിൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ ആർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്ലീനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അധികം ഗിമ്മിക്കുകളോ ഹീറോയിസം അല്ലെങ്കിൽ മാസ് മൊമെൻറ്റ്സ് കാണിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ടുള്ള സാധനം ഒന്നും ആഡ് ചെയ്യാതെ പ്യുവറായിട്ട് നാച്ചുറലായിട്ട് അത് കൊണ്ടുവരിക, ബീജമിലൂടെ പറയാതെ പല കാര്യങ്ങളും പറയുക. അതൊക്കെയാണ് ഈ സിനിമേൻ്റെ ഒരു ഇത്. ഈ സിനിമയ്ക്ക് ഇത്രത്തോളം ഹൈപ്പ് വരാൻ കാരണം ഇത് തന്നെയാണ്. ഈ ഒരു മൊത്തം പരിപാടി ടെക്നിക്കൽ വൈസ് എല്ലാവരും കത്തിച്ച് വിട്ടിട്ടുണ്ട്. ഒന്നും പറയാനില്ല, കാണണം എന്ന ആഗ്രഹമുള്ള എല്ലാവരും തീർച്ചയായും കാണാം. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, പലരുടെ അഭിപ്രായമാണ്. പിന്നെ നിങ്ങളെ അഭിപ്രായത്തിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ. അതിനെ എപ്പോഴും പറയുന്ന കാര്യം. ഇപ്പം എല്ലാവരും കാണാൻ ശ്രമിക്കുക, അതാണ് എൻ്റെ അഭിപ്രായം. കണ്ടിട്ട് എൻ്റെ മുഖത്താണ് നിങ്ങൾക്ക് എത്രത്തോളം എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് എൻ്റെ മുഖത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഈ റിവ്യൂ ഒന്നും നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. അപ്പം എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും റിവ്യൂ ഇടുക. ഇഷ്ടപ്പെട്ടില്ല എൻ്റെ തലയിൽ ഇടരുത്, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അങ്ങനെ കുറേ പേരുണ്ട്, ഞാൻ പല സിനിമേനെ റിവ്യൂ ഇട്ടിട്ട് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ നല്ല അടിപൊളി സിനിമ പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ്. പക്ഷേ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഞാൻ കുറച്ച് വലിപ്പിക്കുന്നില്ല, എല്ലാവരും കാണാം. പതനീസ കരീസ